ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൽപ്പറ്റ ബൈപ്പാസിലുള്ള ഒരു പാർക്കാണ് കേട്ടോ ഇത്. അവിടെ നമുക്ക് ഈവനിങ്ങിലൊക്കെ പോയിരുന്ന് അത്യാവശ്യം ചിരിയും കളിയും തമാശയുമായിട്ട് നമ്മളുടെ സന്തോഷം പങ്കുവെക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആദ്യമൊക്കെ അവിടെ ക്യാഷൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ല, നമുക്ക് എന്തെങ്കിലും സംഭാവന ചെയ്താൽ മതി. ഇപ്പം 50 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ ഞാനും ഏട്ടനും കൂടി കുറച്ച് സമയം അവിടെ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി നേരെ അവിടെ ഒരു ഗുഹയുണ്ട്, ഗുഹയിലേക്കാണ് പോയത്. ചെറിയൊരു ഗുഹയാണ്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അവിടെ ഒരുപാട് കൊത്തുപണികളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ നടന്നുപോയി. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ പറഞ്ഞാൽ സംഭാവന കൊടുക്കുന്നതിനെ കൊണ്ട് അത് ചാരിറ്റിയിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ പല ആളുകളും പിന്നെ അത്യാവശ്യം ക്യാഷുള്ളവർ വന്നാലും 10 രൂപയൊക്കെ കൊടുത്തു പോകുന്നത് കൊണ്ട് പിന്നെ ആ ഒരു സിസ്റ്റം അവരെടുത്തു മാറ്റി. ഇപ്പോൾ ഒരു വ്യക്തിക്ക് 50 രൂപയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടായിരുന്നു, കുട്ടികളുടെ പാർക്കാണ് അധികം. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് മനസ്സിൽ എന്താ പറയുക, സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ കൽപ്പറ്റയിൽ പോയപ്പോൾ ഏട്ടൻ ഈ പാർക്ക് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് ഈ പാർക്കിൽ. അങ്ങനെ ഞാനും ഏട്ടനോട് പറഞ്ഞു നമുക്ക് പോകാം. അവിടെ ഒരു വിഗ്രഹത അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ പോയിരുന്നു ആ വിഗ്രഹത്തിൽ ഒക്കെ തലോടി. ഏട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഏട്ടന് വീഡിയോ എടുക്കാൻ അറിയൊന്നുമില്ല, എന്നാൽ അറിയുന്ന പോലെയൊക്കെ ഏട്ടനെ എടുത്തു തന്നു. അങ്ങനെ ഞങ്ങൾ ഗുഹയിൽ നിന്ന് ഞാൻ ആദ്യം പുറത്തിറങ്ങി കേട്ടോ. ഒരു ശ്വാസം മുട്ടൽ പോലെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയല്ലോ ഒക്കെ കല്ലിന്. ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഏട്ടനെ എന്നോട് പറയുന്നു, ഇവിടെ ഒരു വവ്വാലുണ്ട്, ഇവിടെ വേഗം പോകാൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് കണ്ടിട്ടുണ്ടോ, ഒരു കുഞ്ഞ് വവ്വാൽ കുട്ടിയാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ചെറിയൊരു കളിപ്പാർക്കാണ്. അത് കയറി വരുന്നോടെ തന്നെയായിട്ട് നല്ല രസമുണ്ട്, നല്ല ചെറിയ കാറ്റും ആയിട്ട്. ലാസ്റ്റാണ് അവിടെ ഒരു മയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതുണ്ടോ, പ്രണയ ജോഡികൾക്ക് വരാൻ പറ്റിയൊരു പാർക്കാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മളത് കഴിഞ്ഞ് കയറി ചെല്ലുന്ന ആ ഭാഗത്ത് തന്നെ പിന്നെ അവിടെ ഇങ്ങനെ പല വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് തബല, വീണ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ, ചെണ്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട് ഇവിടെ ഒരു മാനിനെ ഉണ്ടാക്കി വെച്ചത് കണ്ടോ. മാനിൻ്റെ ചെറിയ 2 വിഗ്രഹങ്ങൾ, ഒരു 2 മയിലും കുട്ടി ആ പാറപ്പുറത്ത് കിടക്കുന്നതായി കണ്ടോ. ഇത് പാറപ്പുറമല്ല കേട്ടോ, അതൊരു മരമാണ്. മരത്തിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊരു മരമാണ്, മരം കൊണ്ടാണ് ഇതൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ എൻ്റെ SLC ഗ്രൂപ്പൊക്കെ ഞങ്ങൾ അധികം ഇവിടെ വന്ന് ചേരാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ഇവിടെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഏട്ടൻ കാണാത്തതിനെ കൊണ്ട് ഏട്ടനെ കൂട്ടി അങ്ങനെ വന്നതാണ്. കുറച്ച് സമയം അങ്ങനെ സമയം പോകുമല്ലോ, ഞങ്ങൾക്കും ഒരു സന്തോഷം. ഇപ്പോൾ മക്കളൊക്കെ വലുതായി, അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഒന്ന് കറങ്ങി അടിക്കണ്ടേ കൂട്ടുകാരെ. അവിടെ മീനുണ്ട്, പക്ഷെ അത് കുഞ്ഞുങ്ങളാണ്. പിന്നെ ഇത് വലിയവർക്ക് ആടാനുള്ള ഊഞ്ഞാല 2 എണ്ണം ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നേരം ആടി, പിന്നെ ഏട്ടൻ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ഏട്ടനും കൂടി കയറിയിരുന്ന് പിന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ആൾ. വീഡിയോയ്ക്ക് മുന്നിലേക്ക് അങ്ങനെ വരില്ല. എന്നാലും ഞാനേ അങ്ങനെ വിളിച്ചു കൂട്ടി ഇതാക്കിക്കൊണ്ട് കയറ്റി ഇരുത്തിയതാണ് കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞ ആടൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് എന്നെ ഒരു നുള്ളൊക്കെ തന്ന ആൾ. ഇതുണ്ടോ ഒരു കുരുവിക്കൂട്. നമ്മുടെ ഈ പിന്നെ മറ്റേ ഒരു പുളിയില്ലേ, ഒരു മഞ്ഞപ്പുളി, ആ പുളിയാണ് കേട്ടോ അത്. അതിന്മേലാണ് ആ കൂടുണ്ടാക്കിയിട്ടുള്ളത്. അവിടെ താറാവുണ്ട്, കോഴിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല എനിക്ക്. ഇത് അവിടെ നിന്ന് വന്ന് നേരെ താഴെ വരുമ്പോഴുള്ള കാഴ്ച കേട്ടോ. താഴെ ഒരു തോടൊക്കെ ഉണ്ട്. ആ തോടിൻ്റെ സൈഡിലാണ് ഈ ഒരു വെള്ള സൗകര്യമൊക്കെ ഉള്ള ഇത് ചെയ്തത്. ഇത് തോട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. അവിടെ ഒരാൾ മീൻ പിടിക്കാനിരിക്കുന്ന ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഏട്ടനപ്പുറത്ത് കൂടെ പോയപ്പോൾ ഞാൻ എന്തെങ്കിലും 2 ഐസ്ക്രീം വാങ്ങാൻ വിചാരിച്ചു. ഐസ്ക്രീം കട കയറി. അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു, എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. 60 രൂപയാണ് 2 ഐസ്ക്രീമിന്. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി അവിടെ നിന്ന് പതുക്കെ ഇത് തോടിൻ്റെ സൈഡ് ഭാഗത്താണ് മുതലേൻ്റെ ഈ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞങ്ങളവിടെ ഇരുന്ന് പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം ഐസ്ക്രീം കഴിച്ചു. ആ തോട്ടിലിറങ്ങി അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഇത് പുറത്തുള്ള പിക്ചറാണ്.
വാൾപേപ്പർ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇവർ. ഇതാണ്